വള്ളിയാങ്കാവ് ദേവസ്വം ഏറ്റെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് 1993 നവംബർ മാസം 8-ാം തീയതിയാണ്. ആ നവംബർ മാസം 8-ാം തീയതി ഏറ്റെടുത്ത് വലിയ താമസമില്ലാത്തൊരു ദിവസം അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് മഹേശ്വർ അവരിലൂടെ വന്നിട്ട് ഗുരുതി വേണ്ട, തുള്ളൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിരോധിച്ച് പോയതാണ്. തടയുകയും അതിനുശേഷം ഹൈക്കോടതിയും പറഞ്ഞിട്ട് ആടുവെട്ട് കോഴിവെട്ട് കുഴികളൊന്നും പാടില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള. എന്നാൽ ഇത്രയും കാലമായി നടത്താത്തൊരു പ്രവണതയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് PS പ്രശാന്തും ഇവിടുത്തെ മാനേജരായിരുന്ന പ്രകാശ്, പിന്നെ ഗോവിന്ദൻ എന്ന് പറഞ്ഞ വാച്ചർ, പ്രശാന്ത് എന്ന് പറഞ്ഞ വാച്ചർ, ഇവർ 4 പേരൂടെ പോയാണ് ഇവിടെ 1 കിലോമീറ്റർ അമ്പലത്തിൻ്റെ 1 കിലോമീറ്റർ അകലമാണ് ആറാട്ടുകടവ്. ആ ആറാട്ടുകടവിൽ പോയിട്ട് അവർ ഈ ഗുരുതികൾ നടത്തിയിട്ടുള്ളതാണ്. അതുമൊക്കെ വളരെയേറെ ഇത് ചെയ്യുന്നതാണ്. തന്ത്രിയുടെ വാക്കുകൾ പോലും അംഗീകരിക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ആ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. നാളെ വരുന്നവർക്ക് ചെയ്യാനുള്ള ഇപ്പോൾ ഓൺലൈനിൽ പുണ്യം നേടാനിരിക്കുന്ന പോലെ ഒരു പരിപാടിയാണ് ഉള്ളത്. ഇവിടെ കൊണ്ടുവന്ന് ഗുരു നടത്തുക, ആട് വെട്ടുക, കോഴി വെട്ടുക, അതിന് നേതൃത്വം വന്ന് നടത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും അതിവിടെ പുനരാരംഭിക്കുന്ന ഒരു പരിപാടി പോലെയാണ് അവർ നേതൃത്വം കൊടുക്കുമ്പോൾ. അതൊരു വലിയ അനാസ്ഥയായിട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ ജോലി ചെയ്യുന്ന ആളെ കൊണ്ടാണ് ഇപ്പോൾ വെള്ളംകുടി എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. ആ വഴിപാട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ അവിടെ പോയി ഗുരുതി നടത്തി കൊടുത്തത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് തന്നെ നഷ്ടം. അവിടെ വരുന്ന ഭക്തജനങ്ങളെ അവർ പിടിച്ചുകൊണ്ട് ആ വെള്ളംകുടി നടത്തുന്ന ആൾ പിടിച്ച് അവിടെ പുറംകളത്തെ കൊണ്ട് ഗുരുതി നടത്തും. അത് വളരെയേറെ നഷ്ടം ദേവസ്വം ബോർഡിന് തന്നെ ഉണ്ടാവും. ഇത്തരം നടപടികളൊക്കെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു കണ്ടീഷനാണ്. എന്ത് അഴിമതി അവിടെ കാണിക്കുക, ആവശ്യമില്ലാത്തൊരു 10-15 ജോലിക്കാരും പുറത്തുനിന്ന് ഇവിടെ ഉള്ളവരെയൊക്കെ നാട്ടിൽ നിന്ന് കാണുന്നവരെയൊക്കെ പിടിച്ചു നിർത്തിക്കൊള്ളുവാണ്. അവരൊക്കെ കാണിക്കുന്ന വ്യക്തമായ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. തെളിവില്ല നമുക്കിങ്ങനെ പറയാൻ നോക്കുമോ? അത്ര ഒരു നടപടിയാണ് വള്ളിയാങ്കാവ് ദേവക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെള്ളംകുടി ഇവിടെ തുടങ്ങിയ സമയത്ത് വെറും 40 രൂപയാണ്. 40 രൂപ ഉണ്ടായിരുന്ന വെള്ളംകുടി ഇപ്പോൾ അത് 180 40 രൂപയിൽ നിന്ന് ഇപ്പോൾ 180 അതുപോലെ 62 രൂപ കിടന്ന് നളകുരുതി 160 200 ഇപ്പം. ഇപ്പോൾ ഓരോ റേറ്റ് ഓരോ സ്വാഭാവികമായിട്ട് വർഷങ്ങളിലായിട്ട് ദേവസ്വം ബോർഡ് ചാർജുകൾ കൂട്ടാറുണ്ട്. എങ്കിലും ഇതൊക്കെ അന്യായമാണ്. കാരണം ഒരു പൈസ പോലും സപ്ലയർ ഈ മാനവർക്ക് ചിലവ് വരുന്നില്ല. ഈ വലിയ കുരുതിക്ക് 880 രൂപയാണ് വാങ്ങുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജർ കൊടുക്കേണ്ടതായിട്ട് യാതൊരു സാധനമില്ല. തലേദിവസം ഇവിടുന്ന് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് മുമ്പ് ഗുരുതി ബുക്ക് ചെയ്തവർ വിളിച്ചു പറയും, നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് വരുന്ന അത്രയും പേർക്ക് തേങ്ങ കൊണ്ടുവരണം, ഒരു കുമ്പളങ്ങ കൊണ്ടുവരണം, വെള്ളം കുടിക്കുള്ള മദ്യം കൊണ്ടുവരണം, പിന്നെ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ട് വരണം, പിന്നെ പറ്റുമെങ്കിൽ മുണ്ട് നേരിയതൊക്കെ മേടിച്ചുകൊണ്ട് വരാനുള്ള ഓർഡറാണ് ഇവർ ദേവസ്വം വിളിച്ച് പറയുന്നത്. അങ്ങനെ ഓരോരോ ദിവസങ്ങളും ഓരോരോ ചിട്ടകളും ഓരോ മാനേജർമാർ വരുമ്പോൾ അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി ദേവസ്വം ബോർഡിനെ ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തി കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയാണ്